സ്റ്റേജ്. അച്ഛേ അച്ഛേ അമ്മമ്മേ അച്ഛാ അമ്മമ്മേ അമ്മമ്മേ അച്ഛേ അച്ഛേ അമ്മമ്മേ അയ്യപ്പ സിദ്ധമാളികപ്പുറം. അയ്യപ്പ സിദ്ധമാളികപ്പുറം. ഭയം വേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സിദ്ധമാളികപ്പുറം. അതെ, സ്വാമിയെ ശരണമയ്യ. അപ്പൊ മാളികപ്പുറമായിട്ട് വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണെന്ന് പറഞ്ഞത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ആർക്കാണ്? ഞാൻ എന്റെ അയ്യപ്പസ്വാമിക്ക് വേണ്ടിയിട്ടാണ് ആണോ? dedicated. അയ്യപ്പസ്വാമി കേൾക്കട്ടെ ഈ പാട്ട്. ഇത് മണ്ഡലകാലല്ലേ, അപ്പൊ മലയേറാൻ പോവാണല്ലേ മാളികപ്പുറം. പണ്ടൊക്കെ ഞാൻ എന്റെ മാമനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജയമാമൻ എന്നാണ്. അപ്പൊ ജയമാമന്റെ വീട്ടിലാണ് കെട്ട് നിറയ്ക്കുന്നത്, എന്നിട്ടാണ് പോകുന്നത്. അപ്പോ അവിടെ ലതമാമി ഉണ്ട്. ലതമാമി ഒരു 250-300 ഇഡ്ഡലി ഉണ്ടാക്കി തരും. ഓ ശരി. അപ്പൊ ഈ ഇഡ്ഡലിയും കൊണ്ട് ഒരു 15 പേരുള്ള ഒരു ഗ്രൂപ്പിലാണ് നമ്മള് ശബരിമല പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ അയ്യപ്പസ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ സിദ്ധുകുട്ടി? അയ്യപ്പസ്വാമി സിത്തുവിന്റെ അയ്യപ്പസ്വാമിയാണ്, എന്റെയാണ്, മീനൂട്ടിയുടെയാണ്, ആര്യയുടെയാണ്, മധുവിന്റെയാണ്, നമ്മുടെ ഓർക്കസ്ട്രയുടെയാണ്, എല്ലാവരുടെയാണ്. അതാണ് അയ്യപ്പസ്വാമിയുടെ പ്രത്യേകത. അതിൽ നമ്മള് മനുഷ്യര് വച്ചിരിക്കുന്ന ഈ ജാതി മത വർണ്ണ ഭേദങ്ങളൊന്നും അയ്യപ്പസ്വാമിക്ക് ഇല്ല. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി തൊഴാം. അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാളികപ്പുറത്തിന് എല്ലാ അനുഗ്രഹങ്ങളും അയ്യപ്പസ്വാമിയുടെ ഉണ്ടാവട്ടെ. താങ്ക് യു. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, അയ്യപ്പന്റെ അമ്പലം. അപ്പൊ ഞാനും അമ്മമ്മയും അച്ഛമ്മ എപ്പോഴും പോവാറുള്ള അമ്പലമാണ്. ഭയങ്കര അയ്യപ്പസ്വാമിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോഴും അമ്മ എന്നോടത്ത് നേരത്തെ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോ പറഞ്ഞു, സിദ്ധുക്കുട്ടി എപ്പോഴും അയ്യപ്പന്റെ അമ്പലത്തിൽ പോവും, അവിടെ പോയി പ്രാർത്ഥിക്കും. അമ്മമ്മയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അമ്മമ്മ വന്നിട്ടുണ്ട് ഇവിടെ. അമ്മമ്മ കേൾക്കാൻ കൊച്ചിട്ട് വന്നതാണ്. അതെ, പാട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ എന്റെ ചെറിയമ്മയും വന്നിട്ടുണ്ട്. ചെറിയമ്മ വന്നിട്ടുണ്ട്. ഹലോ ഹലോ. പ്രൊഫൈലിൽ പാട്ട് പാടി നമ്മളൊന്നും ചോദിച്ചില്ലേ ആരായിരുന്നു പാടിയത്? മുമ്പിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചനുജനാണോ? അതെ അതെ, പാട്ടിന്റെ വരികളുണ്ടല്ലോ കൊച്ചനുജന. ഹായ്. ഭയങ്കര സോഫയുടെ ഉള്ളിലേക്ക് പോയി. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ്. ഫിലിം സ്വാമി അയ്യപ്പൻ, ഇയർ 1975, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ജി ദേവരാജ മാസ്റ്റർ, സിംഗർ അമ്പിളി മാം. എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങിയേക്കാം. സ്വാമി ശരണം. സ്വാമിയെ ശരണം അയ്യപ്പ. സ്വാമിയെ ശരണം. സിദ്ധുക്കുട്ടി. താങ്ക് യു. തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും
ആ ഫീലിൽ വന്നതായിരിക്കണം. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. വളരെ ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു. എത്ര തവണ പോയി? ഞാൻ ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അല്ലേ? ഇനിയും പോണമെന്നുണ്ട് അല്ലേ? സാധിക്കട്ടെ. താങ്ക് യു. എന്റെ വൈഫ് ദിവ്യ 11 പ്രാവശ്യം പോയിട്ടുണ്ട്. ആണോ? ആ, അവിടെയായിരുന്നു ചോറൂണ്. ഓ അതെ. ഇഷ്ടംപോലെ അയ്യപ്പസ്വാമിയുടെ പാട്ടുകളുണ്ട്. ദാസേട്ടൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ. അതില് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു ആൽബം ഉണ്ട് ദാസേട്ടൻ പാടിയതില്. ആ ആൽബത്തിലുള്ള പാട്ടുകളാണ് ഉദിച്ചുയർന്നു മാമലമേലെ, ആനയിറങ്ങും മാമലയിൽ, മാനത്ത് മകരവിളക്ക്, താഴത്ത് പമ്പ വിളക്ക്, അങ്ങനെ ഒരു ആൽബം ഉണ്ടായിരുന്നു. അതാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ, തരങ്കിണിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള അയ്യപ്പ ഭക്തിഗാന ആൽബം. ചുവല്ലൂർ കൃഷ്ണൻകുട്ടി മാഷിന്റെ വരികൾക്ക് ഗംഗ അമരൻ സാറാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മോള് പാടിയ പാട്ടിന്റെ ഏകദേശം അതേ റൂട്ടിലുള്ള ഒരു പാട്ടാണത് പാടുന്നത്. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. നീലിമലയിലും ഉദയാസ്തമയങ്ങൾ, നീലിമലയിലും ഉദയാസ്തമയങ്ങൾ, നിറമാല ചാർത്തും കരിമലയിൽ. അയ്യപ്പ നിൻ ശരണം, അടിയനെന്നും ശരണം. സ്വാമിയപ്പ ശരണമപ്പ, പമ്പാവാസനെ ശരണമപ്പ. സ്വാമിയപ്പ ശരണമപ്പ, പന്തളവാസനെ ശരണമപ്പ. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. ആനയിറങ്ങും മാമലയിൽ, ആരാരും കേറാ പൂമലയിൽ. അത് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം. വളരെ ഭക്തിമയമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന പോലെ തോന്നുക എനിക്ക് ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഈ പാട്ടിലേക്ക് വരുമ്പോഴേ തേടി വരും കണ്ണുകളിൽ, ഇതിലത്തെ എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ എന്ന് പറഞ്ഞ വരിയുണ്ട്. അമ്മ പ്രസവിക്കാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മമ്മയുടെ അടുത്തായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് ആ ഒരു ഓർമ്മയാണ് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് വരുന്നത്. മാത്രമല്ല എനിക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരു അനിയനുമാണ്. ഒരു അനിയനാണ് എനിക്ക് പിന്നെ ഉണ്ടാവുന്നത്. എനിക്ക് ആ ഒരു ഇമോഷനാണ് ഈ പാട്ട് വന്നപ്പോഴത്തേക്കും, എന്താ പറയുക, പെട്ടെന്ന് ഒരു ലൈറ്റ് അടിക്കുന്ന പോലത്തെ ഒരു ഇത് വരില്ലേ, ഒരു സ്പാർക്ക് വരില്ലേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. സിദ്ധുകുട്ടി പാടാൻ ശ്രമിച്ചത് ഇങ്ങോട്ടേക്ക് എത്തി, അതിൽ ഭയങ്കര സന്തോഷം. നമുക്ക് വല്ല മാർക്കിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായും.